എനിക്ക് നിന്നെ അറിയത്തില്ല എന്നുള്ള വാക്ക് മനുഷ്യർ പലപ്പോഴും ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. എന്നാൽ ലോകത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു വാക്ക് കേൾക്കുവാണെങ്കിൽ തന്നെ കുറച്ചു പേർക്ക് അറിയുന്നില്ല എന്നുള്ള ആ സന്ദേശം കേൾക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം നിരാശപ്പെടും. ഇന്നലെ അങ്ങനൊരു വാർത്ത ഞാൻ കേട്ടു. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഫേമസായ ക്രിക്കറ്റ് പ്ലെയർ, അദ്ദേഹത്തിൻ്റെ പേര് വിരാട് കോഹ്ലി, നമുക്ക് എല്ലാവർക്കും അറിയില്ല. അദ്ദേഹം ക്രിക്കറ്റിൻ്റെ രാജാവെന്ന് അറിയപ്പെടുന്നത്. അത്രമാത്രം റെക്കോർഡുകളുടെ ഉടമയാണ്. ലോകം എമ്പാടും അദ്ദേഹത്തെ അറിയുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഇന്നലെ ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡോ, ബ്രസീലിയൻ താരം, വിരാട് കോഹ്ലിയെ അറിയത്തില്ല എന്നുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വിരാട് കോഹ്ലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. ഈ ഒരു വാർത്ത കോഹ്ലി കേൾക്കുമ്പോൾ വളരെ നിരാശയായിരിക്കും. ഇത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം ഈ വാക്ക് മനുഷ്യൻ പറയുമ്പോൾ ഇത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ സൃഷ്ടിച്ച ദൈവം ഒരിക്കൽ നമ്മളെ കാണുമ്പോൾ എനിക്ക് നിന്നെ അറിയത്തില്ല എന്നുള്ള ഒരു വാക്ക് ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുമ്പോൾ നാം എത്രമാത്രം നിരാശയും സങ്കടമുള്ളവരായിട്ട് മാറും. എന്നാൽ ദൈവം അങ്ങനെ കുറച്ചുപേരെ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അറിയുന്നില്ല എന്ന്. ഇന്ന് ദൈവം അറിയുന്നോ ഇല്ലയോ, ലോകം അറിയപ്പെടണമെന്ന് ഫേമസ് ആകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് ദൈവവേലക്കാർ. ലോകം അറിയപ്പെടണം, മനുഷ്യൻ അറിയപ്പെടണം എന്ന ആഗ്രഹത്തോടെ അവരുടെ വേലയിൽ വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വേലക്കാരെ നമുക്ക് കാണുവാൻ പറ്റും. എന്നാൽ ദൈവം അവരെ നോക്കി പറയുക, എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിനെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 22-ഉം 23-ഉം വാക്യം. കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്നു പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. നോക്കിക്കേ, ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? പ്രവചിക്കുന്നവർ. വേറെന്താ പറഞ്ഞിരിക്കുന്നത്? വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവർ, രോഗികളെ സൗഖ്യമാക്കുന്നവർ. ഇന്ന് ഇതിൻ്റെ പുറകെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ദൈവവേലക്കാരുണ്ട്. കാരണം ലോകം അറിയപ്പെടണം, ലോകത്തിലുള്ള ജനങ്ങളെല്ലാം തങ്ങളെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ദൈവവേലക്കാർ ഉണ്ട്. അല്ലെങ്കിൽ എന്നെ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളും വിശ്വാസികളുമുണ്ട്. എന്നാൽ യേശു അവരെ നോക്കി പറയുകയാണ്, എനിക്ക് നിന്നെ അറിയത്തില്ല. ദൈവം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോട് കർത്താവേ, കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കും. അപ്പം ദൈവം അറിയപ്പെടണമെങ്കിൽ, യേശു അറിയണമെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. എന്താണ് സ്വർഗരാജ്യത്തിൻ്റെ ഇഷ്ടം? ഒരു മനുഷ്യൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹം നാം തിരിച്ചറിയണമെന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിനോട് പറ്റിയിരിക്കുമ്പോഴാണ്, അദ്ദേഹത്തിനോട് കൂടെ നടക്കുമ്പോഴാണ്, അദ്ദേഹമായിട്ട് കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദൈവ ഇഷ്ടം, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ ദൈവമായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം, ദൈവമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു അനുഭവം, ഇതാണ് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് പലപ്പോഴും ഇതിന് സമയമില്ല.
ദൈവസന്നിധിയിൽ ഇരിക്കാനോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനോ ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനോ സമയമില്ല. അതിന് പകരമായിട്ട് ലോകമറിയപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ ഓടുന്ന അനവധി വേലക്കാർ. ദൈവം അങ്ങനെയുള്ളവരോട് നോക്കി പറയുക, എനിക്ക് നിന്നെ അറിയത്തില്ല, എനിക്ക് നിന്നെ അറിയത്തില്ല. കണ്ടോ, ഫേമസ് ആയ കോഹ്ലി, റൊണാൾഡോ കോഹ്ലി അറിയുന്നില്ല. അതേപോലെ ദൈവവും ഒരിക്കൽ നമ്മൾ ഇത്രയും വീര്യപ്രവർത്തികൾ ചെയ്തിട്ട് ദൈവത്തിന് മുമ്പിൽ പോകുമ്പോൾ എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറയുന്നത് നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം. പൗലോസ് എല്ലാത്തിനെയും മറന്ന് ദൈവത്തിന് വേണ്ടി ഓടിയതുപോലെ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് ദൈവം അറിയുന്ന ഒരു ദൈവവേലക്കാരനായിട്ട് നിലനിൽക്കാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കും.